നിന്ന് നേരെ വയനാട്ടിലേക്ക് പോകാം. അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കടുവയെ പിടികൂടാൻ പറ്റിയിട്ടില്ല കേട്ടോ, പക്ഷേ കടുവ നൈസായിട്ട് ആടിനെ ആക്രമിക്കുന്നുണ്ട്. വയനാട് പുൽപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാനുള്ള വനംവകുപ്പിന്റെ ശ്രമങ്ങൾ വിഫലമാവുകയാണ്. രാത്രി മുഴുവൻ നീണ്ട ദൗത്യത്തിനിടയിലും കടുവ ആക്രമണം തുടരുകയാണ്. തൂപ്ര അംഗൻവാടിക്ക് സമീപം ആടിനെ കടിച്ചു കൊന്നു. ഒരാഴ്ചക്കിടെ 5 ആടുകളെയാണ് കടുവ പിടികൂടിയത്. മേഖലയിൽ വനംവകുപ്പ് പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ട്. നമുക്ക് ചില പ്രതികരണങ്ങളൊന്ന് കേട്ടുവരാം. ദീപക് മോഹൻ തയ്യാറാണ്. അല്ല, ഇന്നലെ ഇവിടെ ഫോറസ്റ്റ് ഏരിയ സ്ഥലത്ത് തന്നെ ക്യാമ്പ് ഉണ്ടായിരുന്നു. മാങ്ങാക്കൊല്ലി ഭാഗത്താണ് ഈ കഴിഞ്ഞ രാത്രി ഒരു ആടിനെയും കൂടെ കടുവ പിടികൂടി. അന്നേരം ഇതിനെ ഭക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. പെട്ടെന്ന് തന്നെ ഫോറസ്റ്റുകാർ ഇവിടെ എത്തുകയും ഈ വീട്ടിനുള്ളിൽ വെറ്റിനറി ഡോക്ടർമാരടക്കം തമ്പടിക്കുകയും ഈ കടുവ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞ് അവിടെ നിന്നും ഇതിനെ മയക്കോടി വെക്കാനുള്ള സാധ്യതകളെല്ലാം തന്നെ ചെയ്യുകയുണ്ടായി. പക്ഷെ ദൗർഭാഗ്യവശാൽ അതിന് ഫലപ്രാപ്തി കണ്ടിട്ടില്ല. എന്നാലും ഈ ശ്രമം നമ്മൾ ഇനിയും തുടരും എന്ന് തന്നെയാണ് അറിയിക്കുന്നത്. നമുക്കിപ്പം ദീപക് മോഹൻ ചേരുന്നു. ദീപക് മോഹൻ, ഗുഡ് മോർണിംഗ്. ദീപക് മോഹൻ, വയനാട്ടിൽ നല്ല തണുപ്പാണെന്ന് തോന്നുന്നു. തണുപ്പിനെ വെല്ലുന്ന പേടിയുണ്ട് നാട്ടുകാർക്ക്. കടുവ എന്തായാലും കൂട്ടിൽ കയറാൻ തയ്യാറായിട്ടില്ല. അതേസമയം ആടിനെ അടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത് ദീപക്? ഇന്നലെ നമുക്ക് തെർമൽ ഡ്രോണുകളൊക്കെ ഉപയോഗിച്ച് സാന്നിധ്യം ഏറെക്കുറെ സ്ഥിരീകരിച്ചതല്ലേ? അതിനുശേഷം എന്താ സംഭവിച്ചത് ദീപക്? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇന്നലെ വനംവകുപ്പിൻ്റെ രാത്രി നീണ്ട ദൗത്യമുണ്ടായിരുന്നു. വനംവകുപ്പ് ഇന്നലെ തെർമൽ സ്കാനർ ഡ്രോൺ ഉപയോഗിച്ച് കടുവയുടെ ലൊക്കേഷനൊക്കെ ട്രാക്ക് ചെയ്തിരുന്നു. അതിനിടയിൽ ഏകദേശം 1.5 കിലോമീറ്റർ മാറി, അതായത് ഊട്ടിക്കാവലയിൽ സമീപത്ത് നിന്ന് 1.5 കിലോമീറ്റർ മാറി തൂപ്ര അംഗൻവാടിക്ക് സമീപത്താണ് ഈ പെരുമ്പറമ്പിൽ ചന്ദ്രൻ എന്നയാളുടെ വീട്ടിലെ ഈ മുട്ടനാടിനെ ഇന്നലെ രാത്രി കടുവയെത്തി